ഗൈസ്, ഇപ്പോൾ ചാറ്റ് ജി പി ടി എന്ന് പറഞ്ഞ ഒരു പ്ലാറ്റ്ഫോമിനെ പറ്റി ഇപ്പം എല്ലാ യൂട്യൂബേഴ്സും അതുപോലെ തന്നെ മിക്ക എല്ലാ മീഡിയാസും ന്യൂസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, അതിനെപ്പറ്റി വീഡിയോസ് ഉണ്ട്, അങ്ങനെ കുറേയധികം കാര്യങ്ങളാണ്. ഇപ്പം നല്ല ഹൈപ്പിലാണ് ആ ഒരു ചാറ്റ് ജി പി ടി. അപ്പം ചാറ്റ് ജി പി ടി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള കുറേ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പം ആ ഒരു എക്സ്പ്ലെയിനർ വീഡിയോ തന്നെയാണ് ഞാനും ചെയ്യാൻ പോകുന്നത്. കാരണം വേറെ ഒന്നുമല്ല, ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നതിനേക്കാളും 6 ദിവസം മുമ്പ് ഒരു കമ്മ്യൂണിറ്റി പോള് നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിലിട്ടായിരുന്നു. സംഭവം ഇതാണ്, ഇങ്ങനെയാണ് ആ ഒരു പോൾ. ഓക്കെ ഗൈസ്, ഇതിൽ ഏതാണ് പവർഫുൾ എന്ന്. അപ്പോൾ ഞാൻ ഇതിനകത്ത് 2 ഓപ്ഷൻസ് ആണ് കൊടുത്തത്, 2 അല്ല 3. ഒന്ന് ഗൂഗിൾ സെർച്ച്, പിന്നെ ചാറ്റ് ജി പി ടി, അതുപോലെ തന്നെ ഐ ഡോണ്ട് നോ. ഓക്കെ, അപ്പം ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പോൾ വന്നേക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഗൂഗിളിൻ്റെ സെർച്ച് എഞ്ചിനാണ്. അപ്പം ഐ ഡോണ്ട് നോ എന്ന് പറഞ്ഞ ആ ഒരു ഓപ്ഷൻ ഒരു 14% പേര് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 9% ചാറ്റ് ജി പി ടി കൊടുത്തിട്ടുണ്ട്. അപ്പം ഒരു 9% പേർക്ക്, നമ്മൾ കണ്ടൻറ്റ് കാണുന്ന ഒരു 9% പേർക്കൊക്കെ ഈ ഒരു ചാറ്റ് ജി പി ടിനെ പറ്റി അറിയുന്നുണ്ട്. പക്ഷേ ബാക്കി മിക്ക ആളുകൾക്കും ഈ ഒരു ചാറ്റ് ജി പി ടി എന്താണെന്ന് എക്സാക്റ്റ് അറിയത്തില്ല. ഓക്കെ, അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു എക്സ്പ്ലെയിൻഡ് വീഡിയോ തന്നെയാണ് ഇത്. അപ്പോൾ ഈ ഒരു ചാറ്റ് ജി പി ടി ഒരു ഓവറോൾ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ചാറ്റ് ബോട്ടാണ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പവർ ചെയ്യുന്ന ഒരു ചാറ്റ് ബോട്ടാണ്. ഇതിനകത്ത് നമ്മൾ എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും അതിന് ഒരു ഹ്യൂമൻ എങ്ങനെയാണ് അതിന് റിപ്ലൈ കൊടുക്കുന്നത്, ഒരു അറിവുള്ളൊരു ആൾ എങ്ങനെയാണ് റിപ്ലൈ കൊടുക്കുന്നത്, ആ ഒരു സെറ്റപ്പിലാണ് അത് നമുക്ക് റിപ്ലൈ തരുന്നത്. അതാണ് ഇതിൻ്റെ ഒരു ഓവറോൾ ആയിട്ടുള്ളൊരു വ്യൂ. അപ്പോൾ ഈ ഒരു ചാറ്റ് ജി പി ടി വന്നപ്പോൾ കുറേ പേര് പറയുന്നുണ്ട് ഗൂഗിളിൽ ഇത് റീപ്ലേസ് ചെയ്യാം, ഗൂഗിളിൽ ഇത് നശിപ്പിച്ച് കളയും, ഇനി ഇതാണ് വരുന്ന ആ ഒരു ഹൈടെക് സംഭവം എന്നൊക്കെയാണ് മിക്കവരും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ശരിയാണ്, ഇതൊരു ഹൈടെക് ആയിട്ടുള്ള ഒരു ഹൈടെക് എന്നല്ല, ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ളൊരു ടെക്നോളജി തന്നെയാണ്. പക്ഷേ ഇത് ഗൂഗിളിൽ റീപ്ലേസ് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ റീപ്ലേസ് ചെയ്യാൻ ചാൻസ് കുറവാണ്. കാരണം ഇത് രണ്ടും 2 യൂസാണ് നമുക്ക് തരുന്നത്. അപ്പോൾ അതിന് ഉദാഹരണമായിട്ട് നിങ്ങൾ ഗൂഗിൾ സെർച്ച് എഞ്ചിനെ ഒരു വലിയ ഡിക്ഷണറി ആയിട്ട് കണക്കാക്കുക. അതിനകത്ത് നമുക്ക് ഈ ലോകത്തിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിനെപ്പറ്റി കാര്യമുള്ളൊരു കാര്യമാണ് ആ ഒരു ഡിക്ഷണറി എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ആ ഒരു ഡിക്ഷണറിയിൽ എന്താ കുറേ കാര്യങ്ങളുണ്ടാവും, അതിൻ്റെ ഒരു ചെറിയ ബ്രീഫായിട്ടുള്ളൊരു സമ്മറി ഉണ്ടാവും. പക്ഷേ അതിനകത്ത് ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അങ്ങനത്തെ കുറേ ഡീറ്റെയിൽസൊക്കെ മിസ്സിങ് ആയിരിക്കും. അപ്പം അതൊക്കെ നമുക്ക് തപ്പണമെങ്കിൽ അതിൻ്റെ അകത്ത് കയറി പിന്നെ കുറേയധികം സൈറ്റിൽ ചെന്ന് അവിടെയൊക്കെ വായിച്ച് നോക്കിയിട്ട് വേണം നമുക്ക് ആ ഒരു ഡിക്ഷണറിയിൽ നമുക്ക് കണ്ടുപിടിക്കാൻ. അപ്പം അതാണ് ഗൂഗിളിനൊരു എക്സാമ്പിളായിട്ട്. പക്ഷേ ഈ ഒരു ചാറ്റ് ജി പി ടി അവിടെ എങ്ങനെയാണ് ഒരു ഉപകാരമാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയേണ്ട വിഷയം മാത്രം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി, ആ ഒരു ചാറ്റ് ജി പി ടി അതിനുള്ള ഒരു എക്സാക്റ്റ് ആയിട്ടുള്ളൊരു ഉത്തരം തരും. അതാണ് ഇത് ചാറ്റ് ജി പി ടി. അപ്പം ഗൂഗിളില്ലാതെ നമുക്ക് ചാറ്റ് ജി പി ടിനെ മാത്രം ആശ്രയിച്ചിരിക്കാൻ ഇപ്പോൾ നടക്കുന്ന കാര്യമല്ല. കാരണം ഗൂഗിളിൽ ഈ ചാറ്റ് ജി പി ടിനെക്കാളും കുറേയധികം ഇൻഫോർമേഷൻസ് ഉണ്ട്. പക്ഷേ നമുക്ക് സമയപരിധിയും അതുപോലെ നമുക്ക് മടിയായതുകൊണ്ട് തന്നെ നമ്മൾ കുറേ കാര്യങ്ങളും തപ്പിയെടുക്കാൻ സമയമെടുക്കും. ഓക്കെ, അപ്പം അത് ഒഴിവാക്കാനായിട്ടുള്ള ഒരു ബെസ്റ്റ് ടൂളായിട്ടാണ് ഇപ്പം ഈ ചാറ്റ് ജി പി ടിനെ എല്ലാവരും കാണുന്നത്. അപ്പം ഈ 2023 ഗൂഗിളും അതുപോലെ ചാറ്റ് ജി പി ടി നമുക്ക് ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റും, ഒരേപോലെ ആവശ്യവുമാണ്. അപ്പോൾ അതാണ് ഈ ഒരു ഓവറോൾ ആയിട്ട് ഈ ഒരു ചാറ്റ് ജി പി ടിനെ പറ്റി പറയാൻ. ഇനിയിപ്പോൾ നമുക്ക് ചാറ്റ് ജി പി ടിയുടെ ഒരു ടെക് സ്പെസിഫിക്കേഷൻ പറയാം. ഓക്കെ, ഇപ്പം ഈ ഒരു ചാറ്റ് ജി പി ടി എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു ചാറ്റ് ബോട്ടാണ്. ഓപ്പൺ എ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരു പ്രോഡക്റ്റാണ്, ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പവർ ചെയ്തിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് ഈ ഒരു ചാറ്റ് ജി പി ടി. അപ്പം ഈ ഒരു ചാറ്റ് ജി പി ടി, ആ ഒരു ജി പി ടി എന്ന് ഉദ്ദേശിക്കുന്നത് ജനറേറ്റീവ് പ്രീ ട്രെയിനഡ് ട്രാൻസ്ഫോം, അതാണ് ഇതിൻ്റെ ആ ഒരു ഫുൾ ഫോം എന്ന് പറയാൻ. അപ്പം ഇത് ചുരുക്കിയാണ് ഇത് ജി പി ടി എന്ന് പറയുന്നത്. അപ്പം ഇപ്പോൾ ആ ഒരു ചാറ്റ് ജി പി ടി റൺ ചെയ്യുന്ന വേർഷൻ എന്ന് പറഞ്ഞാൽ ചാറ്റ് ജി പി ടി 3 ആണ്. ഓക്കെ, അപ്പം ഈ ഒരു ചാറ്റ് ജി പി ടി 3ൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് 175 ബില്യൺ പാരാമീറ്റേഴ്സ് വെച്ചിട്ടാണ് ഇത് ട്രെയിൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, 175 ബില്യൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വലിയൊരു ഹ്യൂജ് ആയിട്ടുള്ളൊരു സംഖ്യയാണ്. അപ്പം ഇത്രയധികം പാരാമീറ്റേഴ്സ്, അതായത് ആ കോമ്പിനേഷൻസ് ഒക്കെ വെച്ചിട്ടാണ് ഈ ഒരു ചാറ്റ് ജി പി ടി വർക്ക് ചെയ്യുന്നത്. അപ്പം ഈ ഒരു ചാറ്റ് ജി പി ടി ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ്, ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് അവൈലബിൾ ആണ്. ടെസ്റ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് പബ്ലിക്കിന് ഇത് ഓപ്പൺ ചെയ്ത് കൊടുത്തേക്കുമാണ് ഈ ഒരു ചാറ്റ് ജി പി ടി 3. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു ചാറ്റ് ജി പി ടിയുടെ അടുത്തൊരു വേർഷൻ കൂടി ഓപ്പൺ ചെയ്യുന്ന പറഞ്ഞാൽ ആ ഒരു കമ്പനി പണിതോട്ട് ബിൽഡ് ചെയ്തിട്ടിരിക്കുകയാണ്. അതാണ് ചാറ്റ് ജി പി ടി 4. ഈ ഒരു ചാറ്റ് ജി പി ടി 4 എന്ന് പറയുന്നത് 100 ട്രില്യൺ പാരാമീറ്റേഴ്സ് വെച്ചിട്ടാണ് അത് ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ 175 ബില്യണേക്കാളും എത്രയോ മടങ്ങ് പവർഫുള്ളാണ് ഈ ഒരു 100 ട്രില്യൺ പാരാമീറ്റർ യൂസ് ചെയ്യുന്ന ആ ഒരു ചാറ്റ് ജി പി ടി 4. ഓക്കെ, നല്ല പവർഫുൾ ആയിരിക്കും. ഈ ഒരു ചാറ്റ് ജി പി ടി 3നേക്കാളും ആക്യുറേറ്റ് ആയിട്ടും, ഇപ്പോഴേ ആക്യുറേറ്റ് ആണ്, പക്ഷേ ചില ആൻസേഴ്സൊക്കെ വ്യത്യാസം വരുന്നുണ്ടെന്ന് മിക്കവരും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം അതൊക്കെ ഒഴിവാക്കിയിട്ട് ഒറിജിനൽ ആൻസറും അതുപോലെ തന്നെ ചാറ്റ് ജി പി ടിയുടെ ആൻസർ ഏകദേശം ആക്യുറേറ്റ് ആവുന്ന ഒരു ലെവലിൽ ചാറ്റ് ജി പി ടി 4 വർക്ക് ചെയ്യുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഫീച്ചറിനേക്കാളും കുറേയധികം എക്സ്ട്രാ ഫീച്ചേഴ്സും നമുക്ക് ആ ഒരു ചാറ്റ് ജി പി ടി 4 എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പം ഇങ്ങനെയൊക്കെയാണ് ഈ ഒരു ചാറ്റ് ജി പി ടിനെ പറ്റി പറയാനുള്ളത്. ഒരു വൻ സംഭവമാണ്. ഇനി ഫ്യൂച്ചറിലേക്ക് ഇതാണ് നമുക്ക് ഗൂഗിളായിട്ട് മാറാൻ പോകുന്നൊരു കാര്യം ഫ്യൂച്ചറിൽ. ഓക്കെ, ഇപ്പം ഗൂഗിളിനെ റീപ്ലേസ് ചെയ്യാനൊന്നും ഈ ഒരു ചാറ്റ് ജി പി ടി ആയിട്ടില്ല, പക്ഷേ വൈകാതെ തന്നെ ആകും. എന്നാലും നമുക്ക് ഗൂഗിളും ഈ ഒരു ചാറ്റ് ജി പി ടിയും ഏകദേശം
ഒരുമിച്ച് ഉപയോഗിക്കുമ്പോഴാണ് നമുക്കൊരു എഫക്റ്റ് വരുന്നത്. ഓക്കെ, നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ കിട്ടിയാൽ മാത്രം പോലും അതുപോലെ തന്നെ ഓവറോൾ ആയിട്ടുള്ളൊരു എന്താ പറയുക നോളജ് വേണമെങ്കിൽ ഗൂഗിൾ തന്നെയാണ്. നമുക്ക് പല കാര്യങ്ങളും നമുക്ക് ഗൂഗിളിനോട് ചോദിക്കാം. അതുപോലെ തന്നെ വേറെ എക്സ്ട്രാ റെലവൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് ഗൂഗിൾ അതേസമയം സജസ്റ്റ് ചെയ്യും. പക്ഷേ ChatGPT നമ്മളിപ്പം ഒരു ക്വസ്റ്റിൻ്റെ ആൻസറാണ് ചോദിക്കുന്നതെങ്കിൽ ആ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ മാത്രമേ തരുള്ളൂ, അല്ലാണ്ട് എക്സ്ട്രാ ഇൻഫർമേഷൻസ് ഒന്നും ChatGPT ഇപ്പോൾ തരുന്നില്ല. ഓക്കെ, അപ്പോൾ അതാണ് ഈ ഒരു ChatGPT 3 പറ്റി പറയാനുള്ളത്. ഒരു പവർഫുൾ ആയിട്ടുള്ളൊരു AI ചാറ്റ്ബോട്ടാണ്. നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള സംശയമാണെന്ന് ചോദിക്കാൻ നിങ്ങൾക്ക് ഏകദേശം കൃത്യമായിട്ടുള്ളൊരു ആൻസർ ChatGPT 3 തരാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയിലേക്ക് തന്നെയാണ് പറയാനുള്ളത് ഒരു ChatGPT പറ്റി. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്തൊരു ടെക് വീഡിയോ ആയിട്ട് കാണാം.